നിങ്ങളുടെ മെൻസസ് എപ്പോഴും ഇറഗുലർ ആണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് പെട്ടെന്ന് കണ്ടെത്തുന്നത് നല്ലതാണ്. PCOD ഒക്കെ ആണെങ്കിൽ നേരത്തെ തന്നെ ഡിറ്റക്ട് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ നേരത്തെ എടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് PCOD ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട അമിതമായിട്ടുള്ള വണ്ണമുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെയിലി നന്നായിട്ട് വിയർക്കുന്ന രീതിയിൽ വ്യായാമം ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക. ഈ പൊരിച്ച ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് പാക്ഡ് ആയിട്ട് വരുന്ന ജ്യൂസോ അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ സ്വീറ്റ്സോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ബ്രെഡ്, കേക്ക്, മറ്റ് പാക്ഡ് ആയിട്ട് വരുന്ന എന്ത് സ്നാക്സും നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ്, അതായത് ഹോട്ട് ഡോഗ്, സോസേജ് ഒക്കെ പോലുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. ഇതോടൊപ്പം തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക. ഹോമിയോപ്പതിയിൽ നമുക്ക് ഇതിന് മെഡിസിൻസ് ഉണ്ട്.